ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ പത്തനംമാറ്റിൻ്റെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അനാമികയുടെ കാമകുരുട്ട് സംസാരിക്കുകയാണ്. അനാമിക പറയാണ്, ഇപ്പോഴും കൂടി ഞാൻ അവനെ കണ്ടിട്ട് വരുന്നേ ഉള്ളൂ. നീയെ അവൻ്റെ അഹങ്കാര വർത്തമാനം കേൾക്കുമ്പോഴേ എനിക്ക് രണ്ട് കൊടുക്കാനാ തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ അനാമിക സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ കാമുകൻ ഇങ്ങനെ ചോദിക്കുക, അല്ല ഡിവോഴ്സ് എപ്പോഴാണ്? ഡിവോഴ്സ് പെട്ടെന്ന് നടക്കോ എന്ന് ചോദിക്കുമ്പോൾ, എടാ ഡിവോഴ്സേ അത്ര പെട്ടെന്ന് കൊടുത്താൽ ശരിയാവില്ലടാ. നമുക്കേ അവനെ കൊണ്ട് പൈസ ഇറക്കിക്കണ്ടേ, പൈസ കിട്ടണ്ടേ, എന്നാൽ മാത്രമേ ശരിയാവുള്ളൂ. നല്ലൊരു തുക തന്നെ മേടിക്കുക തന്നെ ചെയ്യണം. ഒരു 10 കോടിയെങ്കിലും മേടിക്കണം. എപ്പോഴേക്കും നീ പറഞ്ഞ കാര്യം ശരി തന്നെയാ. അവനങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല. അവൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചെടുക്കണം. അപ്പോൾ ഈ നവീനാണെങ്കിൽ മനസ്സിലിങ്ങനെ ചിന്തിക്കുക. അപ്പോൾ ഈ കാമുകൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്, നിൻ്റെ ആ പൈസ കിട്ടിയിട്ട് വേണം എനിക്ക് UK പോയി സെറ്റിൽ ആവാനായിട്ട്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അനാമികയാണെങ്കിൽ, എടാ നീ മാത്രം കൊണ്ട് എനിക്കൊരു ആശ്വാസം. വല്ലാത്ത തകർന്നൊരവസ്ഥയിൽ നിൽക്കുകയാണ് ഞാൻ. നീയും കൂടി ഒരു ആശ്വാസ വാക്ക് പറയാനില്ലായിരുന്നെങ്കിലേ ഞാൻ വല്ല ആത്മഹത്യം ചെയ്യേണ്ടി വന്നാനായിരുന്നു. ഇത് കേട്ട ഈ കാമുകനാണെങ്കിൽ, എടി എനിക്ക് പൈസ കിട്ടിക്കഴിഞ്ഞിട്ട് ഈ ആത്മഹത്യയെ എന്ത് വേണമെങ്കിലും ചെയ്യും. നിന്നെ പോലുള്ളൊരു മാരണത്തെ എങ്ങനെ സഹിക്കാനാണ്? ചുമ്മാ ടോർച്ചറിങ്. നിന്നെപ്പോലൊരാളെ ആർക്കും സഹിക്കാൻ പറ്റൂല. എനിക്കവിടെ UK പോയി നല്ല അടിച്ച് പൊളിച്ച് ജീവിക്കണം. എടാ നീ എന്താണ് ഈ ആലോചിക്കുന്നത്? അങ്ങനെയൊന്നുമല്ല, ഞാൻ UK പോകുന്ന കാര്യം ആലോചിച്ചതാ. അല്ല പൈസ കിട്ടിയിട്ട് വേണമല്ലോ നമുക്ക് രണ്ടുപേർക്കും കൂടി UK പോകാൻ. അല്ല നിൻ്റെ പൈസ എനിക്ക് ആവശ്യമില്ല. പക്ഷേ നിൻ്റെ അച്ഛന് കുറേ കടങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. 10 കോടി കിട്ടുമ്പോൾ ആ കടങ്ങളും കഴിഞ്ഞ് പിന്നെ ബാക്കി പൈസ നിൻ്റെ പേരിൽ ഡെപ്പോസിറ്റ് ചെയ്യാലോ. പിന്നെ നിനക്കും എൻ്റെ കൂടെ UK വരണ്ടേ? അപ്പം കുറച്ച് പൈസ ചിലവാണ്. അതൊക്കെ കൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് എന്നൊക്കെ അനാമികയോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, എടാ എനിക്കറിയാം കാര്യങ്ങളൊക്കെ. എടാ അങ്ങനെ എനിക്ക് മാത്രമായിട്ടൊന്നും വേണ്ട. എടാ നമുക്കേ ജോയിൻ്റ് അക്കൗണ്ട് എടുക്കാം, എന്നിട്ട് അതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. അപ്പം ഇത് കേട്ട കാമുകൻ, മതി അത്രയും മതി, അത് തന്നെ ധാരാളം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കൊണ്ട് സ്നേഹപ്രകടനങ്ങൾ നടത്തുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുക നമ്മുടെ മുത്തശ്ശനെയാണ്. അപ്പോൾ മുത്തശ്ശൻ എന്തൊക്കെയോ കുറേ ഡീറ്റെയിൽസൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആദർശിൻ്റെ കോൾ വരുന്നത്. അപ്പോൾ ആദർശിൻ്റെ കോൾ വന്നിട്ടുണ്ടെപ്പോഴേക്കും, മോനെ ആദർശ് ഏതായി നിൻ്റെ വിളിയും കാത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ, എന്തൊക്കെയുണ്ടെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, ഇവിടുത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് മുത്തശ്ശ, പിന്നെ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് വരണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അത് തന്നെ മോനെ ശരി, നീ ഇങ്ങോട്ട് പെട്ടെന്ന് വാ. നിന്നെ ഓർത്ത് നയനമോളെ ഭയങ്കര ദുഃഖിച്ചിരിക്കുക. അവളുടെ കാര്യം ആലോചിക്കുമ്പോഴെനിക്ക് സങ്കടം. അവിടെ വയറ്റിൽ ഒരു കുഞ്ഞും കൂടി ഉള്ളതല്ലേ. നീ ജയിലിലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ അനുഭവിച്ച ആ വേദനയില്ലേ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വേദനയാണ് മോനെ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും, അത് തന്നെ മുത്തശ്ശ, അത് തന്നെയാണ് എൻ്റെ മനസ്സിൽ. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഞാൻ അങ്ങോട്ട് വരണമെന്ന് കരുതിയത്. അല്ലെങ്കിൽ ഒരാഴ്ചയും കൂടി കഴിഞ്ഞിട്ട് ഈ ഒരു പ്രശ്നങ്ങളെല്ലാം സോൾവ് ആക്കിയിട്ട് മാത്രമേ ഞാൻ വരുള്ളായിരുന്നു. അതൊന്നും വേണ്ട, അതെല്ലാം വേണ്ട വിധത്തിൽ കൈകാര്യങ്ങൾ ചെയ്യാനായിട്ട് എനിക്കറിയാം. നീ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നാൽ മതി, അത്രയും മാത്രം മതി എനിക്ക്. ശരി മുത്തശ്ശ, ഞാൻ വന്നോളാം. ബാക്കിയുള്ളവരൊക്കെ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, ബാക്കിയുള്ളവരൊക്കെ ഇവിടെ ഉണ്ട്. ചിലവർ മാത്രമേ നീ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയെന്ന് അറിഞ്ഞിട്ടുള്ളൂ. ബാക്കി ആരും അറിഞ്ഞിട്ടില്ല. അറിയാലോ നിനക്ക് സംഭവങ്ങളെല്ലാം. എനിക്കറിയാം മുത്തശ്ശ, അതൊക്കെ അങ്ങനെയാണല്ലോ. അങ്ങനെ എല്ലാവരും അറിയണ്ട. ഞാൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ കാര്യം അങ്ങനെ എല്ലാവരും അറിയേണ്ട മുത്തശ്ശ എന്നൊക്കെ ഇനി സംസാരിച്ചിട്ട് ഫോൺ വയ്ക്കുക. അപ്പോഴാണ് നയന വരുന്നത്. അപ്പോൾ നയനയോട്, മോൾ വന്നോ? ഇപ്പം ആദർശ് വെച്ചതേ ഉള്ളൂ. എന്നെയും വിളിച്ചായിരുന്നു മുത്തശ്ശ. ഇപ്പം സന്തോഷമായില്ലേ? പിന്നെയല്ലേ മുത്തശ്ശ, ഭയങ്കര സന്തോഷമായി. ഞാൻ മനസ്സിൽ തീ തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഏതായാലും ആദർശേട്ടൻ ജയിലിലാണെന്ന് അറിഞ്ഞപ്പോഴേക്കും എനിക്കൊന്നും ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചില്ല. ഒരു കാര്യം പോലും വേണ്ടാത്തൊരവസ്ഥയായിരുന്നു. ഇനി അങ്ങനെ പാടില്ല. ആദർശ് പെട്ടെന്ന് തന്നെ എത്തും ഇങ്ങോട്ട്. മോൾക്ക് വേണ്ടിയാ ആദർശ് പെട്ടെന്ന് തന്നെ എത്തുന്നത് എന്ന് ചോദിച്ച് പറയുമ്പോൾ, അയ്യോ മുത്തശ്ശ, ആദർശേട്ടൻ ഒന്നുമില്ലെന്ന് അറിഞ്ഞല്ലോ, അത് തന്നെ മഹാ സന്തോഷമായിട്ട് ഞാൻ ഇരിക്കുക. ആദർശേട്ടൻ്റെ അവിടെ തിരക്കുകളെല്ലാം കഴിഞ്ഞിട്ട് വന്നാൽ മതിയായിരുന്നു മുത്തശ്ശ. അതൊന്നും സാരമില്ല. ഇനി കുറച്ച് ദിവസം മോളുടെ ഒപ്പം തന്നെ നിൽക്കട്ടെ ആദർശ്, അതാണ് എൻ്റെ തീരുമാനം. പിന്നെ ഭക്ഷണമൊക്കെ നന്നായിട്ട് കഴിക്കണം. ഇനി വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് മാറി നിൽക്കരുത്. ഭക്ഷണം നന്നായിട്ട് കഴിക്കണം എന്ന് പറയുമ്പോൾ, എനിക്കുള്ള ഭക്ഷണം അമ്മ എടുത്തുകൊണ്ട് വന്നോളും മുത്തശ്ശ,
അമ്മ എന്നെ തീറ്റിക്കൂലേ? അതിനെക്കുറിച്ച് ഓർത്തൊന്നും ടെൻഷനില്ല. ശരി മോളെ, നിൻ്റെ ഈ ഒരു സന്തോഷമില്ലേ, അത് കാണുമ്പോഴാണ് ദേ മുത്തശ്ശിന് സന്തോഷം. ചെല്ല് എന്നും പറഞ്ഞുകൊണ്ട് നയനയെ പറഞ്ഞു വിടുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാനായിട്ടിരിക്കുക. അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ടിരിക്കും, മുത്തശ്ശിനും ബാക്കിയുള്ളവരുണ്ട്. അപ്പോൾ ജലജ എല്ലാവർക്കും ഉള്ള ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ്. ഇത്തിരി കറി ഒഴിക്കട്ടെ അച്ഛാ, ഇത്തിരി കറി ഒഴിക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ നവ്യക്ക് അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ നവ്യ അടുത്ത വായിക്കും ചോദിക്കണം, അമ്മ എന്തിനാ അമ്മ ഈ അടുക്കള ജോലി മുഴുവനും ചെയ്യുന്നത്? അമ്മയ്ക്ക് വേറൊരു പണിയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ഈ മുത്തശ്ശിൻ്റെ മോളാണെങ്കിൽ, അതെ അത്ര വലിയ ദുഃഖമാണെങ്കിൽ നവ്യേ നീ ഒരു കാര്യം ചെയ്, നീ അടുക്കള കയറി ജോലി ചെയ്, അത്രയും കുറഞ്ഞില്ലേ? അയ്യോ അമ്മ ഇങ്ങനെ വലിയ ആത്മാർത്ഥത കാണിക്കുന്നത് കണ്ടിട്ട് ഞാൻ ചോദിച്ചതാണേ, എന്തിനാണ് കയറി ഇങ്ങനെ കഷ്ടപ്പെടുന്നതെന്ന്. അപ്പോൾ മുത്തശ്ശൻ അവൾ ആത്മാർത്ഥത കാണിക്കുമല്ലോ, കാരണം കാണിച്ചില്ലെങ്കിൽ ശരിയാവില്ലെന്ന് അവൾക്ക് നന്നായിട്ട് തന്നെ അറിയാം. അതുകൊണ്ട് അവൾ ആത്മാർത്ഥത കാണിക്കും, അതിൽ യാതൊരു സംശയവുമില്ല. എന്താ ജലജെ, ഞാൻ പറഞ്ഞ സത്യമല്ലേ? എന്താ അച്ഛൻ പറയുന്നത് അനുസരിക്കാനാണ് എനിക്ക് താല്പര്യം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ദേ മോളെ നവ്യേ, ഇവിടെ നിൻ്റെ അമ്മയെ കൊണ്ട് മാത്രം ജോലി ചെയ്യിപ്പിക്കണമെന്ന് ആരും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ എല്ലാവരും കൂടി ജോലി ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ചില സമയത്ത് ഇവളുടെ ഓരോ പ്രവർത്തികൾ കാണുമ്പോൾ ദേവയാനി കൊടുക്കുന്ന ഓരോ പണിഷ്മെൻറ്റ്, അപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശൻ്റെ മോളാണെങ്കിൽ എങ്കിൽ പിന്നെ ഇതേ ജലജെ എന്താവശ്യം ഉണ്ടെങ്കിലും ഞങ്ങളോട് പറഞ്ഞാൽ മതി, ഞങ്ങൾ എന്ത് സഹായം വേണമെങ്കിലും ചെയ്തോളാം. അടുക്കളയിൽ കയറി സഹായിക്കണോ? സഹായിക്കാം. മുത്തശ്ശനപ്പോൾ വേണ്ട അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇവള് തന്നെത്താനെ അടുക്കളയിൽ എല്ലാ ജോലിയും ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത് ദേവയാനിയാണ്. അപ്പോൾ ദേവയാനിയുടെ വാക്ക് ധിക്കരിച്ചുകൊണ്ട് ഒരു പ്രവൃത്തിയും ചെയ്യണ്ട. അവൾ ചെയ്യട്ടെ, ജോലികൾ മുഴുവനും അവൾ ചെയ്യട്ടെ, എന്നാലേ അവൾ പഠിക്കുള്ളൂ. ഇത് കേട്ട ജലജയ്ക്ക് കാലി വന്നിട്ട്, പാണ്ഡവരം ഈ പന്ന കിളവനൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ? എന്താ ജലജെ നീ എന്താ ആലോചിക്കുന്നത്? അച്ഛൻ പറയുന്നത് വാക്ക് ധിക്കരിച്ച് ഞാൻ എങ്ങും പോവില്ല. അച്ഛൻ്റെയും അമ്മയുടെയും ഔദാര്യമല്ലേ എൻ്റെ ഈ ജീവിതം. അപ്പോൾ നിങ്ങളെ മറന്ന് എന്തെങ്കിലും പ്രവൃത്തികൾ ഞാൻ ചെയ്യോ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും അന്തിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ അഭി, അതെ അമ്മ ഏട്ടത്തിയെ വിളിച്ചോ ഭക്ഷണം കഴിക്കാനായിട്ട്? ഏട്ടത്തിയുടെ വയറ്റിലൊരു കുഞ്ഞുള്ളല്ലേ, അപ്പോൾ ഏട്ടത്തിക്ക് ഭക്ഷണം കൊടുക്കണ്ടേ അമ്മേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നവ്യക്ക് കലി വരിക. അപ്പം നവ്യ, എടാ ഏട്ടത്തിയുടെ അമ്മായിയമ്മ കൊടുത്തോളും ഭക്ഷണം, നീ ആ കാര്യത്തെക്കുറിച്ച് ഓർത്ത് ടെൻഷനൊന്നും അടിക്കണ്ട, മനസ്സിലായല്ലോ? നീ നിൻ്റെ കാര്യം നോക്കി ജീവിക്കുക, അതായിരിക്കും നിനക്ക് നല്ലത് എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ട് അവരിങ്ങനെ ഭക്ഷണം കഴിക്കുക. മുത്തശ്ശനാണെങ്കിൽ കുറച്ച് കലിയൊക്കെ വരുന്നുണ്ട്, നവ്യക്ക് കുറച്ച് അഹങ്കാരം കൂടിയിട്ടുണ്ട്. സത്യങ്ങളൊന്നും അറിയാതെ എപ്പോഴും ആദർശിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നവ്യ ചെയ്യുന്നത്. അങ്ങനെ പിന്നീട് നമ്മുടെ ഈ ദേവയാനി ഭക്ഷണം ഇട്ട് നയനയുടെ റൂമിലേക്ക് ചെല്ലുക. പെട്ടെന്ന് തന്നെ കതവ് അടക്കുകയാണ്. മോളെ ആദർശ് ഇപ്പോഴും ജയിലിൽ ആയിട്ടില്ല, മോള് ഭക്ഷണം കഴിക്കുന്നില്ല എന്നൊക്കെ വരുത്താനേ ഇതേ ഉള്ളൊരു വിധി. അതുകൊണ്ടാണ് ഞാൻ ഭക്ഷണമായിട്ട് പതുക്കെ ഇങ്ങോട്ട് പോകുന്നത്. അതുതന്നെയാമേ നല്ലത്. ഞാനും ഭക്ഷണം കഴിക്കാതെ ദുഃഖിച്ച് കണ്ണീരൊലിപ്പിച്ചിരിക്കുകയാണെന്ന് അവരൊക്കെ കരുതിക്കോട്ടെന്നേ, അതിലിപ്പോൾ യാതൊരു കുഴപ്പമില്ല. മോളെ ഇനി മോള് സമാധാനമായിട്ട് ഭക്ഷണം കഴിക്കുക. എൻ്റെ ആദർശ് മോനെ ഇപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങി അവനൊരു കുഴപ്പമില്ലെന്ന് അറിഞ്ഞപ്പോഴാണ് എൻ്റെ മനസ്സൊന്ന് ആശ്വാസമായത്. മോൾക്കും അങ്ങനെ തന്നെയല്ലേ മോളെ? മോള് തീ തിന്നുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ? അതെ, പക്ഷേ അമ്മയും അതേപോലെയല്ലേ അമ്മയ്ക്കും വളരെയേറെ സങ്കടമായിരുന്നില്ലേ? പിന്നെ അല്ലാതെ എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. എന്തുകൊണ്ടാണ് അവനിങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് ഇനി ഇവിടെ വന്നാൽ മാത്രമേ അറിയുള്ളൂ. അവനോട് കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് സംസാരിക്കാനുണ്ട്. എൻ്റെ മോനെ എൻ്റെ കൺമുന്നിൽ എത്തിക്കണം. എൻ്റെ പൊന്നു മോളെ, ഇങ്ങനൊരു തീരുന്ന ദിവസം എനിക്കില്ല. ഒന്നാമത് തന്നെ നിൻ്റെ സങ്കടം, അതിന് ഉപരിയായിട്ട് നിൻ്റെ വയറ്റിലൊരു കുഞ്ഞുമുണ്ട്. അപ്പോൾ ആദർശ് ജയിലിലാണെന്നറിയുന്നു. ഈ ഒരു സിറ്റുവേഷൻ, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒരിക്കലും കടന്നു പോയിട്ടില്ല മോളെ. ഞാൻ വല്ലാതെ അനുഭവിച്ചു. ഇത് കേട്ട നയനയാണെങ്കിൽ അതെ അമ്മേ, ഞാനും കുറേ അനുഭവിച്ചു. ഇതുപോലൊരു സിറ്റുവേഷൻ എനിക്കും ഉണ്ടായിട്ടില്ല അമ്മേ. ശരിക്കും ഞാൻ തീ തിന്നൊരവസ്ഥയായിരുന്നു എനിക്കുണ്ടായത് എന്നൊക്കെ പറയാം. ഇനി ശരി, ഇനി ഭക്ഷണം കഴിക്കും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനയ്ക്ക് ഭക്ഷണം കൊടുക്കുകയാണ്.
ഇപ്പം നയനയാണെങ്കിൽ അമ്മയ്ക്കും ഭക്ഷണമൊക്കെ വാരി കൊടുക്കുക. അവർ രണ്ടുപേരും തമ്മിലുള്ള ആ സ്നേഹപ്രകടനങ്ങൾ അവിടെ നടക്കുകയും ചെയ്യുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനെയാണ്. അപ്പോൾ നന്ദു ആണെങ്കിൽ നവീനെ ഒന്ന് വിളിക്കാം. നവീൻ ഫോൺ എടുക്കുകയാണ്. എന്താ നവീനേട്ടാ, ഇപ്പോൾ വിളിയും പറിച്ചിലൊന്നും ഇല്ലല്ലോ, എന്തു പറ്റി, എന്നെ മറന്നോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അങ്ങനെ മറക്കോ, എനിക്ക് കുറച്ച് ബിസിയായിപ്പോയി. ഓ, ഭയങ്കര ബിസിയാണല്ലോ. എനിക്കേ ഇവിടെ കാലൊടിഞ്ഞ് കിടക്കുന്നത് കൊണ്ടേ എണീറ്റ് നടക്കാനൊന്നും പറ്റില്ലല്ലോ, ഭയങ്കര ബോറടിയാ. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ വിളിക്കുന്നതാണ് എനിക്കൊരു ആശ്വാസം. എന്നെ വിളിക്കാനായിട്ട് നവീനേട്ടനും അനിയും മാത്രമേ ഉള്ളൂ. ദേ അതുകൊണ്ട് നിങ്ങൾ വിളിച്ചില്ലെങ്കിൽ ഭയങ്കര ബോറടിയാണ്. അല്ല നന്ദു ഇപ്പോൾ എണീറ്റ് നടക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബലം പിടിച്ച്. പക്ഷെ അങ്ങനെ നടക്കരുതെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അച്ഛനും അമ്മയും സഹായിക്കും നടക്കാനായിട്ട്. അപ്പം ഇങ്ങനെ ഏങ്ങി വലിങ്ങി നടക്കും. അങ്ങനെയും കൂടി ഡോക്ടർമാർ ചെയ്യരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അറിഞ്ഞു കഴിഞ്ഞാലേ ഡോക്ടർമാർ എന്നെ ശരിയാക്കും. അതുകൊണ്ട് ഈ ഇരിപ്പ് തന്നെ ബോറടി എന്ന് പറഞ്ഞാൽ മഹാബോറടിയാണ് നവീനേട്ടാ എന്നിങ്ങനെ സംസാരിക്കുമ്പോൾ, അതെ നന്ദുവിനെ കാണാൻ ഞാൻ വരുന്നുണ്ട് കേട്ടോ. അയ്യോ നവീനേട്ടാ, എന്നെ കാണാൻ വരണമെന്ന് വിചാരിച്ചുകൊണ്ട് പറഞ്ഞല്ല. അല്ല, നവീനേട്ട വിളി കണ്ടില്ലല്ലോ, അതുകൊണ്ടാ. അങ്ങനെയൊന്നും ഇല്ല നന്ദുവിനെ കാണണമെന്ന് ഞാൻ വിചാരിച്ചതേ ഉള്ളൂ. അപ്പോഴാണ് നന്ദുവിൻ്റെ കോള് വന്നത്. പിന്നെ നന്ദുവിനെ കാണണമല്ലോ ഈ ഒരു അവസ്ഥയെ കിടക്കുമ്പോൾ. പിന്നെ അതുമാത്രമല്ല, എനിക്കിപ്പോൾ കുറേ തിരക്കുകളെല്ലാം ഒഴിഞ്ഞു, കുറേ ഇപ്പോൾ ഫ്രീ ആയിട്ടിരിക്കുക. അപ്പോൾ നാളെ ഞാൻ നന്ദുവിനെ കാണാനായിട്ട് വരാം. കണ്ടിട്ട് കുറേ കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ടെന്ന് പറയുക. അങ്കിപ്പോൾ പോര് നവീനേട്ടാ, ശരി എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയും അതേപോലെ തന്നെ നയന മോളും കൂടി ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. എല്ലാവരും കിടന്നുറങ്ങിയിട്ടും ഇവർ കിടന്നുറങ്ങിയിട്ടില്ല. ഇവരിങ്ങനെ സംസാരിക്കുകയാണ്. ഏതായാലും ആദർശേട്ടൻ വന്നം. പക്ഷേ ആദർശേട്ടൻ വരുമ്പോഴും ഇവിടെ ചിലവരൊക്കെ ചില സത്യങ്ങളൊക്കെ മനസ്സിലാക്കും. പിന്നെ ആദർശേട്ടൻ്റെ മുഖത്ത് നോക്കി ഇവരൊക്കെ എന്തൊക്കെയോ വിളിച്ച് പറയും. ആദർശേട്ടൻ ഇങ്ങനെ കുറ്റം ചെയ്തു, ആദർശേട്ടൻ വഞ്ചകനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അമ്മേ. ആ സമയത്തും അമ്മ ദയവ് ചെയ്ത് നവ്യേച്ചിയോട് സത്യങ്ങളൊന്നും തുറന്നു പറയരുത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കാലി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളോട് എനിക്ക് സത്യം തുറന്നു പറയാതിരിക്കാൻ കഴിയില്ല. എന്തൊരു അഹങ്കാരമാണ്. ആ ജലജയുടെയും അബിയുടെയൊക്കെ അഹങ്കാരം നീ കണ്ടില്ലേ? അവരുടെ അഹങ്കാരം കാണുമ്പോൾ ഞാൻ എങ്ങനെ സത്യം തുറന്നു പറയാതിരിക്കും? അവരഹങ്കരിച്ചോട്ടെ, പക്ഷേ ഈ കാര്യത്തിൽ നവ്യേച്ചിയെയും കുറ്റം പറയാനായിട്ട് പറ്റില്ലല്ലോ. നവ്യേച്ചിക്ക് എന്താണ് യഥാർത്ഥ സംഭവമെന്ന് അറിയാനും കൂടി പാടില്ല. അതുകൊണ്ടാണ് നവ്യേച്ചി ഇങ്ങനെയൊക്കെ കിടന്ന് പറയുന്നത് ആദർശേട്ടനെ. അമ്മയൊന്ന് ആലോചിച്ച് നോക്കിക്കണ്ടേ, നവ്യേച്ചിയുടെ സ്വഭാവം ഒരുപാട് മാറിയതല്ലേ. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചേച്ചിയായിരുന്നില്ലേ നവ്യേച്ചി. പക്ഷേ എന്തുകൊണ്ടാ ഇങ്ങനെയൊക്കെ ആകാനുള്ള കാരണം? അബിയുടെ പ്രശ്നം വന്നപ്പോൾ, അബി ജയിലിൽ കിടന്നപ്പോഴാണ് നമ്മളിടയിൽ അങ്ങനെ ഒരു പ്രശ്നം വന്നത്. അതിനിടയിൽ ആദർശേട്ടൻ ജയിലിലാണെന്ന വിവരം നവ്യേച്ചി അറിഞ്ഞു. അപ്പോൾ അതിൽ പിടിച്ചു കയറി. അപ്പോൾ പിന്നെ നവ്യേച്ചിയെ കുറ്റം പറയാനായിട്ട് പറ്റില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ് ആദർശിൻ്റെ കാറ് വന്ന് അനന്തപുരിയുടെ മുന്നിൽ വന്ന് ഇങ്ങനെ നിൽക്കുന്നു. അപ്പം ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഒരു സന്തോഷം കൊണ്ട് മറന്ന് അമ്മ ആദർശേട്ടൻ. അങ്ങനെ ആദർശ് വണ്ടിയിൽ നിന്ന് ഇറങ്ങാം. എന്നിട്ട് തന്നെ ഇപ്പോൾ ഇവർ രണ്ടുപേരും കൂടി സന്തോഷം കൊണ്ട് മറന്ന് ഓടിപ്പോണം. മോനെ എന്നും പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കുകയാണ്, ആദർശേട്ടാന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കുകയാണ്. എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. മോനെ ആദർശേ, നീ എത്തിയല്ലോ, ഭയങ്കര സന്തോഷമായി മോനെ. നിങ്ങളൊന്നും ഉറങ്ങിയില്ലായിരുന്നോ? എനിക്ക് വേണ്ടി കാവലിരിക്കുകയായിരുന്നോ? പിന്നെ അല്ലാതെ മോന് വേണ്ടി കാവലിരിക്കുകയായിരുന്നു നയന. അപ്പം അമ്മയോ? ഞാനും അങ്ങനെ തന്നെ. എന്തായി മോനെ അവിടുത്തെ കാര്യങ്ങളെല്ലാം? എൻ്റെ പൊന്നമ്മേ, മുത്തശ്ശൻ്റെ ആ ഒരു ഇടപെടലില്ലേ, എനിക്കത് ഇപ്പോഴും വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല. എന്നെ ജയിലിലേക്ക് അടക്കാനായിട്ട് കൊണ്ടുപോയതാണ് അവർ. ആ സമയത്താണ് മുത്തശ്ശൻ വലിയ ഇതായിട്ട് ഇടപെട്ടത്. അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ മുന്നിൽ തോറ്റു കൊടുക്കേണ്ടി വന്നു. അങ്ങനെയാണ് ഞാൻ ജയിലിൽ പോകാതെ രക്ഷപ്പെട്ടതമ്മേ. മുത്തശ്ശൻ ആ കാര്യത്തിൽ ഭയങ്കരമായിട്ട് ഇടപെട്ടു മോനെ. ഇനിയേ ഇവിടെ വേറെ ആരും കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. ചിലവർ മാത്രമേ മോമെന്ന സത്യം അറിഞ്ഞിട്ടുള്ളൂ. എനിക്കറിയാമേ. ഞാൻ ഏതായാലും അങ്ങനെ തന്നെ കളിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. ഞാൻ റൂമിൽ നന്നായിട്ട് കിടന്ന് ഉറങ്ങും. പിന്നെ 2 ദിവസം വരെ എന്നെ കാണണ്ടെന്നേ. എനിക്ക് നല്ല ക്ഷീണമുണ്ട്, നല്ല ഉറക്കവും വരുന്നുണ്ട്. അത് തന്നെയാണ് മോനെ നല്ലത്. നയനയുടെ കൂടെ തന്നെ കൂട്ടിയിരിക്കണം, നയനയ്ക്ക് വേണ്ടി തന്നെ. അല്ല, മുത്തശ്ശൻ എവിടെ എന്ന് ചോദിച്ചപ്പോഴേക്കും മുത്തശ്ശൻ ഉറങ്ങിയിട്ടൊന്നും ഉണ്ടാവില്ല, റൂമിൽ തന്നെയാണ് മുത്തശ്ശനുള്ളത്.
പിന്നെ മോൻ്റെ മുത്തശ്ശിയാണെങ്കിലേ മോൻ ജയിലിലാണെന്ന് അറിഞ്ഞപ്പോഴേക്ക് സ്വന്തം വീട്ടിലേക്ക് പോയി വഴിപാടുകളും കാര്യങ്ങളൊക്കെ നടത്താനായിട്ട്. അവിടെയാണല്ലോ കുടുംബക്ഷേത്രം. അതിനുവേണ്ടി മുത്തശ്ശൻ പോയിരിക്കുകയാണെന്നൊക്കെ അവിടെ പറയാണ്, മുത്തശ്ശി പോയിരിക്കുകയാണെന്നൊക്കെ പറയാണ്. ഏതായാലും എനിക്കറിയാമേ കാര്യങ്ങളെല്ലാം. ഇനി ഇനി ഇവിടെ ഞാൻ കുറച്ച് ദിവസം ഉണ്ടായിരിക്കും, നിങ്ങളുടെ കൂടെ തന്നെ എന്നൊക്കെ ആദർശ് പറയാ. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി, നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.